നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രിയെ അവൻ എന്ന് വിശേഷിപ്പിച്ചാണ് സുധാകരൻ സംസാരിച്ചത്. ഏറെ കാലത്തിനു ശേഷമാണ് അതിരൂക്ഷമായ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ സുധാകരൻ വിമർശിക്കുന്നത്. ഇതിനോട് മുഖ്യമന്ത്രിയും സിപിഎമ്മും എങ്ങനെ പ്രതികരിക്കുമെന്ന് നിർണായകമാണ്. എരഞ്ഞോളി സ്ഫോടനം ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സിപിഎമ്മിന്റെ ആക്രമണ രാഷ്ട്രീയമാണ് ബോംബുകൾ ഉണ്ടാകുന്നത് എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. ഇതിനുവേണ്ടിയാണ് പിണറായിയെ സുധാകരൻ കടന്നാക്രമിക്കുന്നത്. മുഖ്യമന്ത്രി വിവരം കെട്ടവനാണ് എന്നും മുഖ്യമന്ത്രിക്ക് ആണത്തമുണ്ടോ, അവൻ വെട്ടിക്കൊന്ന ആൾ എത്ര, വെടിവെച്ച് കൊന്ന ആൾ എത്ര എന്നും സുധാകരൻ ചോദിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എന്ന് സുധാകരൻ പറയുകയാണ്. സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ സിപിഎം കൊന്നു, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ലെന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത് എന്ന പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത്. ഡിസിസി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല, കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞ് കൊന്നിട്ടില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി. ഇത്തരത്തിൽ ആരോപണം പിണറായി നിയമസഭയിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു. എരഞ്ഞോളി സ്ഫോടനത്തിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു. സ്ഫോടനത്തിൽ മരിച്ചത് വൃദ്ധനല്ലേ, ചെറുപ്പക്കാരനല്ലല്ലോ എന്നാണ് സുധാകരന്റെ പരാമർശം. ബോംബ് ഇനിയും പൊട്ടുന്നുണ്ട്, എന്നിട്ട് പറയാമെന്നും സുധാകരൻ പ്രതികരിച്ചു. ഇത് വിവാദമായിരുന്നു. ഇതിന് വിശദീകരണം നൽകാൻ വേണ്ടിയാണ് സുധാകരൻ വൈകിട്ട് പിന്നീട് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചത്. അതിനിടെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജനും രംഗത്ത് വന്നു. കണ്ണൂരിൽ വേലായുധൻ എന്ന 75 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത്. ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ നിന്ന് തേങ്ങ പെറുക്കുന്നതിനിടെ പറമ്പിൽ നിന്നും കിട്ടിയ വസ്തു എന്താണെന്ന് പരിശോധിക്കാൻ കല്ലിൽ ഇടിച്ചപ്പോൾ ഉഗ്ര ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ വേലായുധന്റെ മുഖവും കൈകളും ചിന്നിച്ചിതറി. പരേതനായ മോഹൻദാസിന്റെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്ന വീട്ടുപറമ്പിലാണ് സ്ഫോടനം ഉണ്ടായത്. ഈ വീടിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് സിപിഎം പറയുന്നത്. എരഞ്ഞോളി കുടക്കളത്ത് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് എം.വി. ജയരാജൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത്. ആൾതാമസമില്ലാത്ത പറമ്പിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനിടയിലായിരുന്നു സ്ഫോടനം ഉണ്ടായത്.